സിന്ദാബാദ്. കർഷക സമരം സിന്ദാബാദ്. ബ്രഹ്മഗിരി അധികൃതർ നീതി പാലിക്കുക. കർഷകരുടെ വിത്തുധനം തിരിച്ചു നൽകുക. കർഷകരെ കടക്കണിയിൽ നിന്നും രക്ഷിക്കുക. കർഷക സമരം സിന്ദാബാദ്. ബ്രഹ്മഗിരി അധികൃതർ നീതി പാലിക്കുക. ഇങ്ങനെ ഒരു സമരമായിട്ട് ഇവിടെ വരാനുള്ള കാരണം ഞങ്ങൾ ബ്രഹ്മഗിരി നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കോഴി കർഷകരാണ്. ഇതിൽ വിത്തുധനമായിട്ട് പണം നിക്ഷേപിച്ച് കോഴി കൃഷി തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് ഈ സ്ഥാപനം പൂട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു സമരം നടത്തുകയും ബ്രഹ്മഗിരി അധികൃതരായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 1-ാം മാസം ആ മാർച്ച് 31 പൈസ തന്നിട്ടില്ലെങ്കിൽ ഒരു ബാച്ച് കോഴിക്ക് 5000 രൂപ വെച്ച് നഷ്ടപരിഹാരം തരാം, ഇല്ലെങ്കിൽ തുറന്ന് പ്രവർത്തിക്കും, രണ്ടിലൊന്ന് സംഭവിക്കുന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആ സമരത്തിന് പിന്മാറും. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണ് ഈ കാണുന്നത്. ഇതിൽ ഞങ്ങൾക്ക് തരാനുള്ള 3.5 കോടി രൂപ, അതേപോലെ വളർത്തുകോലി, ഇതെല്ലാം തരാമെന്ന് പറയുന്നുണ്ട്. ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. പിന്നെ വൈസ് ചെയർമാൻ ഫ്രാൻസിസ് ഒപ്പുവെച്ചിട്ടുണ്ട്, ബോർഡ് മെമ്പർമാർ ഒപ്പുവെച്ചിട്ടുണ്ട്, കർഷക പ്രതിനിധികൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു വ്യക്തമായ രേഖയാണ് തന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു രേഖക്കും ഒരു വിലയില്ല, അതൊരു സെക്കൻഡ് എഗ്രിമെൻ്റ് അല്ലേ എന്ന് പറഞ്ഞ് മുൻ MLA ശശിയേട്ടനടക്കം തള്ളിക്കളയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും മറ്റും അഴിമതിൻ്റെ ഇതിൽ ഇവർ കുടിൽ കെട്ടിയൊക്കെ സമരം നടത്തുന്നുണ്ട്. ശരിക്കും അവർ ബ്രഹ്മഗിരിൻ്റെ മുമ്പിലായിരുന്നു കുടിൽ കെട്ടേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 100 കോടിയുടെ അഴിമതി അവിടെ നടന്നിരിക്കുന്നത്. 1 രൂപ പോലും ഇന്ന് വരെ ആർക്കും തിരിച്ചു കൊടുത്തില്ല. അട്ടപ്പാടിയിലുള്ള കേരള ചിക്കൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമി വിറ്റിട്ട് 3.5 കോടി രൂപ കിട്ടിയിട്ട് അത് എന്ത് ചെയ്തു എന്ന് പറയാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. അത് ആർക്ക് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇവർ കൈമലത്താണ്. അതൊക്കെ അവിടെ പിടിച്ചുപോയി സൊസൈറ്റിക്ക് പൈസ കൊടുക്കാണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയാനല്ലാതെ വ്യക്തമായ ഒരു രേഖയോ കാര്യങ്ങളോ ഇതിനൊന്നുമില്ല, ഒരു വ്യക്തതയില്ല. ഇവർ ഘോരഘോരം തെരഞ്ഞെടുപ്പ് വേദികളിലും മറ്റും ഇതൊരു അഴിമതിയല്ല കോൺഗ്രസിനെ പോലെ എന്ന് പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ അഴിമതിയുണ്ട് ഇതിനകത്ത് എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കോഴിത്തീറ്റ മറച്ചു വെച്ചതും അതിൻ്റെ കമ്മീഷൻ വാങ്ങിയതും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ രേഖാപരമായ തെളിവ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങളതൊന്നും പറയാത്തത്. ഇതുവരെ ഞങ്ങൾ ഇവരോട് സഹകരിച്ച് പോയതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വരെ എന്തായിട്ടില്ല, ഒരു ബാച്ചിന് പോലും ഇവർ പറഞ്ഞ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഈ 4 വർഷമായിട്ട് ഞങ്ങൾ ലോൺ എടുത്ത് കൊടുത്ത പൈസൻ്റെ പലിശ ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നു. 5-6 ലക്ഷം രൂപ ലോൺ എടുത്ത ആളുകൾ ഇപ്പോൾ അത് 10-12 ലക്ഷം രൂപയായിട്ട് ബാങ്കിൽ അധികരിച്ചിരിക്കുകയാണ്. അത് അടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിന് യാതൊരു സൊല്യൂഷനും ഇവർ പറയുന്നില്ല. ഇവരിപ്പം പറയുന്നത് പ്ലാന്റ് ഏതോ ഒരു ടീം എടുക്കാൻ വന്നിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ട് പാർട്ണർഷിപ്പിൽ. അത് എടുത്തു കഴിഞ്ഞ് അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് നിങ്ങളെ പൈസ തരാനാണ്. ഇത് വിശ്വസിച്ചിട്ട് ഞങ്ങൾ എത്ര കാലം കാത്തേക്കും?